ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു അസ്നാസ് കിച്ചൺ. ഇന്നിതാ ദുബായിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ ഇവിടെയും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പിസ്താച്ചിയോ കുനാഫ ചോക്ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്, ക്രിസ്പിയാണ്, കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ ചോക്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഡയറി മിൽക്കിൻ്റെ 40 രൂപയുടെ 2 ഡയറി മിൽക്കാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ചോക്ലേറ്റ്സ് അല്ലേ, കോമ്പൗണ്ട് ചോക്ലേറ്റ് ഒക്കെ വാങ്ങാൻ കിട്ടുന്ന അതേപോലെ മതി, ഏതാണെങ്കിലും എടുക്കാം. ഡാർക്ക് ചോക്ലേറ്റ് എടുക്കരുത്. ഇപ്പോൾ ഞാനിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിനുള്ളിൽ തരിക വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഈ ബോൾ ഇറക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാനെന്താ ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് നമ്മുടെ കുനാഫ സേമിയല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് വറുത്ത സേമിയ കേട്ടോ, കനം കുറഞ്ഞ ആ ചെറിയ സേമിയ, അത് ഭയങ്കര ടേസ്റ്റിയാണ്. ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് യൂസ് ചെയ്യുക. അപ്പം ഞാൻ ഈ ബട്ടറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 5-10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നിന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു ബട്ടർ മെൽറ്റ് ചെയ്ത മണമൊക്കെ സ്മെല്ലൊക്കെ ഉണ്ട് ബട്ടറിൻ്റെ. ഇപ്പോൾ അതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി പിസ്ത ഇല്ലേ, നമ്മുടെ പിസ്ത ബട്ടറും ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ പേസ്റ്റാക്കി എടുത്തതാണ് കേട്ടോ. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിസ്താച്ചിയോ ബട്ടർ വാങ്ങാൻ കിട്ടും, അത് വേണമെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ അത് വാങ്ങാം. എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ പിസ്ത നന്നായിട്ട് പൊടിച്ചെടുത്താണ് ബട്ടർ ചേർത്തിട്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഞാനൊരു 2-3 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഈ ഒരു മിക്സിന് ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ബക്ലാവയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനുള്ളിൽ മിക്സ് ആക്കിയിട്ട് ഇത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ് നല്ല അടിപൊളി ടേസ്റ്റാണ്, റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ നേരത്തെ ഡബിൾ ബോയിൽ ചെയ്ത് വെച്ച് നമ്മുടെ ചോക്ലേറ്റില്ലേ, മെൽട്ടാക്കിയിട്ടുള്ള ചോക്ലേറ്റില്ലേ, അതങ്ങ് എടുക്കാം. നിങ്ങളെ കയ്യിൽ മോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ബോക്സ് ഉണ്ടാവില്ലേ, ചതുരത്തിലുള്ളതോ ഒക്കെ, അങ്ങനത്തെ എന്തെങ്കിലും പാത്രമായാലും മതി. അപ്പം ഞാനിതാ മോൾഡ് ഉണ്ടായതുകൊണ്ട് തന്നെ മോൾഡ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ മെൽട്ടാക്കിയ ചോക്ലേറ്റ് പകുതി എടുത്ത് ഇതുപോലെ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ലെയർ ആക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ചോക്ലേറ്റ് എല്ലാ വശത്തും ഈ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലും മെൽട്ടായിട്ടുള്ള ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇത് കുറച്ച് സമയം മെൽറ്റായതുകൊണ്ട് തന്നെ വീണ്ടും അത് ഒന്ന് ഉറച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതുപോലെ എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ 2 മോൾഡിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഇതാ നേരെ ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെച്ച് ഇതൊരു 10 മിനിറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം തിരികെ എടുക്കണം. ഇപ്പം ഞാൻ സെറ്റായതിനു ശേഷം തിരികെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ നേരത്തെ റെഡിയാക്കിയ സേമിയല്ലേ, കുനാഫ സേമിയ, അത് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ വശത്തും ഒരുപോലെ സ്ക്വയർ ആക്കിയിട്ട് എല്ലാ ഭാഗത്തും വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 മോൾഡും ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാൻ പോവാം. ഇപ്പോൾ ഞാൻ 2 മോൾഡിലും നന്നായിട്ട് തന്നെ നമ്മുടെ സേമിയ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് ഇല്ലേ, മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ്, അതെടുക്കുക. അപ്പം മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ്, ബാക്കിയുള്ള ചോക്ലേറ്റ് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഫുള്ള് ഫില്ലാക്കി എടുക്കുക. നമ്മുടെ സേമിയ കാണാത്ത രൂപത്തിൽ ഇതുപോലെ നന്നായിട്ട് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്ത് ഇത് സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള പ്രൊസീജിയർ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം, നമ്മളെ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും.
അത്രയ്ക്ക് സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഫൈനലായിട്ട് ഇതെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതങ്ങ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. ഒരു 10-15 മിനിറ്റോളം, ഒരു 10-15 മിനിറ്റ് എന്തായാലും വെക്കണം. ഫ്രീസറിൽ വെച്ചതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നന്നായി സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഞാനൊരു 15 മിനിറ്റിന് ശേഷം എടുത്ത് നോക്കി കേട്ടോ. അപ്പോൾ ദാ മോൾഡിൽ നിന്ന് ഇതുപോലെ അടർത്തിയെടുക്കുക. അപ്പോൾ നമ്മുടെ പിസ്താച്ചിയോ കുനാഫ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, ക്രിസ്പിയാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ മക്കൾക്കൊക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അത്രയ്ക്ക് സിമ്പിളാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ ചോക്ലേറ്റിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരും. അതുവരെയും സൈനിങ് ഔട്ട്, അസ്ന സക്കീർ.